കഴിഞ്ഞ ദിവസം കുറച്ച് പുളി പെറുക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കുന്ന വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാന്ന്. സാധാ രീതിക്ക് അല്ലാതെ കുറച്ച് വെറൈറ്റി രീതിക്ക് ഇന്ന് പുളി ഒന്ന് കഴിച്ചു നോക്കിയാലോ? പണ്ട് ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് കഴിച്ചിരുന്ന ഒരു രീതിയാണ് ഇത്. ആദ്യം തന്നെ സാധാ രീതിക്ക് കഴിക്കാനുള്ള പുളി 1, 2 എണ്ണം നമുക്ക് അങ്ങോട്ട് തൊണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞൊന്ന് മാറ്റി വെച്ചേക്കാം. അത് ഇനി ഉപ്പ് കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ ഉപ്പും മുളകും കൂട്ടി കഴിക്കാം. സാധാരണ എനിക്ക് മുളക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതിൽ ഇഷ്ടം ഉപ്പ് മാത്രം കഴിക്കുന്നതാണ്. ഈ പുളിക്ക് നല്ല മധുരമാണ് കേട്ടോ. അതാണ് ഞാൻ തേൻ പുളി എന്ന് തന്നെ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത്. ഇനി ഞങ്ങൾ കഴിക്കുന്ന രീതി കാണിച്ചു തരാം. ഇതുപോലെ തൊണ്ട് പകുതിയോളം കളയും. ഫുള്ളായിട്ട് കളയാതെ ഏറെക്കുറെ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നത് വരെ പകുതിയോളം കളഞ്ഞിട്ട് ആ ഗ്യാപ്പിലേക്ക് ഉപ്പ് ഫില്ല് ചെയ്യും. ഇത് എത്ര പേര് ചെയ്തിട്ടുണ്ടായിരിക്കും ചെറുപ്പത്തിൽ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം. ഇതുപോലെ ഉപ്പ് നിറയെ ഫില്ല് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്യും. അന്നൊന്നും ഞങ്ങളിങ്ങനെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പം ഞാനൊരു ഭംഗിക്ക് ആഡ് ചെയ്തതാണ്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. 2 സൈഡിലുമായിട്ട് അത് കവിഞ്ഞു പോകുന്നതിൽ അത്രയാവാതെ അതുവരെ ഒരു പരിധി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈർക്കിലെടുത്തിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴിച്ച് നോക്കണം. ആ വെള്ളവും ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടെ മിക്സായ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒറ്റ ഇരിപ്പിൽ നമ്മളൊരു 3, 4 എണ്ണമൊക്കെ കഴിക്കും. പക്ഷെ 3, 4 എണ്ണമൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം, പിന്നീട് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പുളിക്കാണെങ്കിൽ ഓവറായിട്ട് പുളിയില്ല, നല്ല മധുരമുള്ള ടേസ്റ്റുള്ള പുളിയാണ്. അതുകൊണ്ട് തന്നെ അത് ഇന്നാര് പോലും ഞാൻ വിട്ടിട്ടില്ല. ഇനി നമ്മളെല്ലാവരും സാധാരണ കഴിക്കുന്ന രീതി ഇതുപോലെ ഉപ്പിലും മുളകിലും കുത്തി കഴിച്ചു നോക്കുക. നല്ല അടിപൊളി പുളിയാണ് കേട്ടോ ഇതിൽ. സത്യം പറഞ്ഞാൽ ഇതിന് ഉപ്പും വേണ്ട മുളകും വേണ്ട, ചുമ്മാ 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 കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല നല്ല അടിപൊളി പുളിയാണ്. മുളക് സത്യത്തിൽ വേണ്ട, ഉപ്പ് മാത്രം മതി. ആരും കൊതി വിടരുത് കേട്ടോ.